എന്തോ നമുക്കിപ്പോ കൂടുതൽ ഏലല്ലോ ഉള്ളേ. ഏലമാണ്. ഏലം കൃഷി ലാഭമാണോ എന്നാ അച്ഛൻ്റെ അഭിപ്രായം? ഒരു നല്ല ചോദ്യമാണ്. നമുക്ക് ഇവിടെ നല്ല പറയണ്ട, നമുക്ക് കുറച്ചൊരു അപ്പുറത്ത് മാറി എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനുള്ള കാരണങ്ങളൊക്കെ ഇവിടെ നിന്ന് പറയാം. അതിന് മുമ്പ് ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ കൊച്ചിന് എത്ര വയസ്സേ? 1.5 വയസ്സ്. ഈ ചെടി കണ്ടോ? ഇത് ഏകദേശം 1.5 വയസ്സ് ഇച്ചിരി മോളി കാണുമായിരിക്കും. നമ്മുടെ കൊച്ചിന് നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും കൊടുത്ത് വളർത്താറുണ്ടോ? എല്ലാം നല്ലതല്ലേ കൊടുക്കാറുള്ളൂ വളരാണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഏലച്ചെടിക്കും. അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല സാധനങ്ങൾ കൊടുത്താൽ മാത്രമേ അത് നമുക്ക് തിരിച്ചു തരത്തുള്ളൂ. നീ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു കാൽഭാഗോത്തരമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പേര് പറയുന്നുണ്ട് ഈ ഏലകൃഷി നടത്തുന്നത് എന്നും കൊന്നും പണിയാണ്, ശരിയാണോ? പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ പണിയുണ്ട്, പണിയില്ലെന്ന് ചോദിച്ചാൽ പണിയില്ല. കാരണം എന്താണെന്നറിയോ? ഫോർ എക്സാമ്പിൾ നിന്നോടൊരു ചോദ്യമാണ്. നീ കൊച്ചിനെ നോക്കുന്നത് നിനക്ക് പണിയായിട്ടാണ് തോന്നുന്നത് അതോ നിനക്ക് ഇഷ്ടമുണ്ടായിട്ടാണ് അത് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്? അത് നിനക്കൊരു പണിയല്ലല്ലോ. അത് നമ്മൾ ഈ ഏലത്ത് നമ്മൾ കൊച്ചുങ്ങളെ പോലെ നമ്മുടെ സ്വന്തം കൊച്ചുങ്ങളെ പോലെ നോക്കുവാണെങ്കിൽ ഒരിക്കലും നമുക്കതൊരു പണിയല്ല. അത് മറിച്ച് നമ്മളിത് ഒരു ആദായം എടുക്കുക ഒരു സാധനം മാത്രമായിട്ടാണ് നോക്കുന്നെങ്കിൽ നമുക്കൊരു അധ്വാനിക്കാനുള്ള പണി മാത്രമാണ്. മനസ്സിലായോ? നമ്മുടെ മനസ്സ് ഇഷ്ടപ്പെട്ട് ചെയ്താൽ നമുക്കിതൊരു അധ്വാനമേ അല്ല. അതിനുള്ള ഉത്തരം കിട്ടിയോ? ഇനി അടുത്തത് ഇതിന്റെ പണികളെ പറ്റി ചോദിച്ചില്ലേ? ഇതിന്റെ പണികളെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഈ തട്ടകൾ കണ്ടോ വെച്ച്? ഈ തട്ടകളിൽ പുഴു കയറും. ഈ തട്ടകളിൽ മാത്രമല്ല, ഈ ശരത്തിന്റെ അറ്റം കണ്ടോ? ഈ അറ്റത്ത് പുഴു കയറിയിട്ട് അതും കടിച്ചിട്ട് ഒടിച്ചു കളയും. അപ്പൊ ശരം നീളാതിരിക്കും. പിന്നെ ഉള്ളത് ചൊറി. ഈ കായ്ക്ക് വരുന്ന ഈ ക്ലീങ്ക കണ്ടോ? ഈ ക്ലീങ്ക എല്ലാം ചൊറി വന്നിരിക്കും. അതിന്റെ കാരണങ്ങൾ എന്നാ? നമ്മൾ മാസം ഈ ചെടിക്ക് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കണം. അത് ഡേറ്റ് വെച്ചിട്ട് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കണം. മരുന്ന് കൃത്യം 1 മാസം ആകുമ്പോൾ. പിന്നെ ഒരു എക്സെപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ മഴ നോക്കിയിട്ടാണ് അടിക്കുന്നത്. കാരണം മഴ ഉള്ളപ്പോൾ അടിച്ചാലും പശ കൂട്ടി അടിച്ചാലും ഈ അടിക്കുന്നത് ഒഴി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂറാണല്ലോ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടണം. എന്നാലേ തട്ടയിലോട്ടൊക്കെ നല്ല ഉണങ്ങി പിടിക്കത്തുള്ളൂ, ഈ പുഴി ചാവാനും എല്ലാത്തിനും ഒക്കെ. അതുകൊണ്ടാണ് ഈ ഓരോ മാസവും മരുന്നടിക്കണം. അത് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ഇൻവെസ്റ്റ്മെന്റ് ആയേ, നമ്മുടെ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതിന് വേറെ രോഗങ്ങൾ വരുന്നതെന്നറിയോ? ഈ വേര് കണ്ടോ? ഈ വേര് പുഴു എന്ന് പറഞ്ഞിട്ട് സാധനം കയറും. അതിന് നമ്മൾ 3 മാസം കൂടുമ്പോൾ വേര് പുഴുവിനുള്ള മരുന്ന് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ വേരയിൽ അഴുക്കുന്നതിൽ ചെടി അഴുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ആര് പറഞ്ഞു തരും ഇന്ന സമയത്ത് ചെയ്യണമെന്നുള്ളത്? ഇന്ന സമയത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഇതിനൊരു ഉത്തരം പറഞ്ഞായിരുന്നു. നമ്മൾ ചെടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെടി അത് തന്നെ പറഞ്ഞു തരും. എനിക്ക് അസുഖങ്ങളുണ്ട്, മാറ്റിക്കോളാം. നമ്മൾ എന്ന് ഈ പറമ്പിൽ തന്നെ നടക്കും തോറും നമുക്ക് എന്തെങ്കിലും ചെടികൾ മാറ്റം ഉണ്ടെങ്കിൽ തന്നെ കാണാൻ പറ്റും. ചെടിയിൽ മാറ്റം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വേരൊന്ന് മാറ്റി നോക്കിയാൽ അത് വേര് ഒടിഞ്ഞിരിപ്പുണ്ടോ? വേരിന്റെ അറ്റ ഒടിഞ്ഞിരിപ്പുണ്ടെങ്കിൽ വേര് ഒഴിയണമെന്നാണ് അർത്ഥം. മനസ്സിലായോ? മാത്രമല്ല, മഴക്കാലം വരുമ്പോഴത്തേക്ക് അടുത്ത പണിയുണ്ട്. അഴുകൽ കയറും. അഴുകൽ വന്നാൽ ഈ തട്ട കണ്ടോ? തട്ട ഒടിയാൻ തുടങ്ങും. പിന്നെ ഈ കാ കണ്ടില്ലേ? ഈ കാ നല്ലതായിട്ട് അഴുകും. ഈ ഒറ്റ കാ അഴുകാൻ തുടങ്ങിയാൽ ബാക്കി ഫുള്ളും അഴുകും. പിന്നെ അത് പടരുന്ന രോഗം നമ്മുടെ COVID-19 ഒക്കെ ഇല്ലേ, അതുപോലെ പടരും. ഒന്ന് പടർന്നാൽ പിന്നെ അടുത്ത ചെടിയിലേക്കും ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കും. അതിന് നമ്മൾ എന്താ ചെയ്യാ? സാധാരണ നമ്മൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ ആ ശരം കണ്ടിച്ച് കളയും, കാരണം അടുത്ത ചെടിയിലേക്ക് പടർന്നു പോകാതിരിക്കാനായിട്ട്. പിന്നെ നമ്മൾ അടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ COC, മെറ്റലാക്സിഡ് അങ്ങനെയുള്ള സാധനങ്ങൾ അടിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ ഒക്കെ പ്രിവെൻഷൻ കിട്ടും. നമ്മൾ എന്താ ഈ മഴ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അഴുകുന്നുള്ള കുമ്മായും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടാറുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇത് പ്രിവെന്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേരളത്തിന് വേണ്ടിയിട്ടുള്ള. അതിനനുസരിച്ച് ലാഭം ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം അല്ലേ? ഞാനിത് ചെറിയ തോതിലുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിനേക്കാളും പണികളുണ്ട്. കവാത്തുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ ഉണ്ട്. ഇതിനെല്ലാം പണിക്കാർ ചിലപ്പം വേണ്ടി വരും, ചിലപ്പോൾ പണിക്കാരില്ലാത്ത പണി കാണും. മുള്ളിടിയിലുണ്ട്, മണ്ണിടിയിലുണ്ട്, ചിലപ്പോൾ വേര് തെളിഞ്ഞു വരും. മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും അതെല്ലാം പണികളാണ്. ഈ പണികളെല്ലാം നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുള്ള റിട്ടേൺ ഒരു കണക്കിന് ലാഭകരമാണെന്നും പറയാം, മറുകണക്കിന് ലാഭകരമല്ലെന്നും പറയാം. എപ്പോഴും ലാഭകരം എന്നറിയാമോ? നമുക്ക് വേണ്ടിയ റിട്ടേൺ ഇതിൽ നിന്ന് കിട്ടുമ്പോൾ, അതായത് നമ്മൾ നന്നായിട്ട് ചെടിക്ക് വേണ്ടി പണിതാല് ചെടി നന്നായിട്ട് ആദായം തരും. ആദായം തരുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി വില കുറഞ്ഞാലും ആദായത്തിൽ ബാലൻസ് ചെയ്ത് നിൽക്കും. ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 1/4% ലാഭം നമുക്ക് കിട്ടും വില കുറഞ്ഞു നിൽക്കുമ്പോൾ. ഇല്ലെങ്കിൽ കാ കുറവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ലെവലായിരിക്കും, ചിലപ്പോൾ നഷ്ടമായിരിക്കും. അത് പറയാൻ പറ്റത്തില്ല. ഓരോ സീസൺ പോലെയൊക്കെ ഇരിക്കും. അത് ചെടിയുടെ കേടും പോലൊക്കെ ഇരിക്കും. നല്ലതായിട്ട് ഇരിക്കുവാണെങ്കിൽ ഓക്കെ. വില കൂടി നിൽക്കുവാണെങ്കിൽ ഇച്ചിരി കാ കുറഞ്ഞാലും നമുക്ക് ലാഭത്തിൽ നിൽക്കും. പക്ഷെ ആ സമയത്തുണ്ടെങ്കിൽ നമുക്ക് നല്ല ലാഭം എന്ന് പറഞ്ഞാൽ പാതി ലാഭം കിട്ടും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അതിന്റെ പാതി ലാഭം നമുക്ക് കൈ കിട്ടും. അതായത് ഏലം വെച്ച് നോക്കുമ്പോൾ ഒരു സമയത്ത് ലാഭവും കിട്ടും, അതേ സമയത്ത് നമുക്ക് നഷ്ടമാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കാരണങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ ഏലകൃഷിയിലോട്ട് ഇറങ്ങാൻ പോകുന്നവർക്കും
ഇറങ്ങിയിട്ടുള്ളവർക്കും ഇതൊക്കെ അറിയാവുന്നതാണ്. ഞാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് ഈ കാര്യങ്ങൾ. നാട്ടിലോട്ട് ലോറേഞ്ചിലോട്ട് ചെല്ലുമ്പോൾ അതിനെ കുറിച്ച് എന്നൊക്കെ ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാരും അപ്പോഴും ഓർക്കുന്നത് നമ്മളൊക്കെ നാട്ടിലെ അല്ല, അവർ ഓർക്കുന്നത് എന്തുവാണ്, ഏലകൃഷി ഭയങ്കര ലാഭമാണ്, ഇത്ര പൈസയ്ക്കില്ലേ, ഭയങ്കര ആദായമാണ്. പക്ഷെ അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് ഇവർ ആലോചിക്കുന്നില്ല. അവരോ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ചിലർ ഓർക്കുന്ന വർഷത്തിൽ ഒന്നും മരുന്നടിച്ചാൽ മതി എന്നൊക്കെ. അതൊക്കെയാണ്. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് നന്നായിട്ട് ഇതിനായിട്ട് ഉണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് റിട്ടേൺ കിട്ടത്തുള്ളൂ. നമ്മൾ ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ ഇറക്കിയാൽ മാത്രമേ തിരിച്ചു കിട്ടത്തുള്ളൂ. അത് ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും കൃഷിയാണല്ലോ അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ കൃഷിയെ ഇഷ്ടപ്പെട്ട് ചെയ്താൽ അതിനുള്ള ആദായം കൃഷി തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്താം അല്ലേ? നല്ലൊരു ഇൻഫർമേഷൻ